നമസ്കാരം. യുദ്ധത്തിന്റെ ചൂട് പടർന്നു പിടിക്കുമ്പോൾ സഖ്യതകളുടെ തണുപ്പ് പൊളിഞ്ഞു വീഴുകയാണ്. ഒരിക്കൽ പരസ്പരം വിശ്വാസത്തോടെ കൈകോർത്തിരുന്ന ഡൊണാൾഡ് ട്രംപും ജോർജിയ മെലോണിയും ഇന്ന് തുറന്ന വേദിയിൽ ഏറ്റുമുട്ടുകയാണ്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഈ നയതന്ത്ര പിളർപ്പ് ലോക രാഷ്ട്രീയത്തിലെ പുതിയ വിള്ളലിന്റെ സൂചനയായി മാറുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കഴിഞ്ഞു. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിൽ പരാജയപ്പെട്ട മെലോണിക്ക് ധൈര്യമില്ല എന്ന് ട്രംപ് പറഞ്ഞു. മെലോണി അമേരിക്കയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ ഞെട്ടിച്ചുവെന്ന് ട്രംപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്നതിൽ അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണോ എന്ന് അദ്ദേഹം പരിഹസിച്ചു. മെലോണിയുമായുള്ള തന്റെ രാഷ്ട്രീയ സഖ്യവും വ്യക്തിപരമായ ആത്മബന്ധവും തകർക്കുന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. മാർപ്പാപ്പയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ ഈ തർക്കം കൂടുതൽ വഷളാക്കി. മാർപ്പാപ്പ തന്റെ ജോലി ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നും അദ്ദേഹം തീവ്ര ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകൾ അസ്വീകാര്യമാണ് എന്ന് മെലോണി തുറന്നടിച്ചു. രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശങ്ങൾ മതനേതാക്കൾ പാലിക്കണമെന്ന നിർബന്ധമുള്ള ഒരു സമൂഹത്തിൽ തനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കി. മെലോണിയുടെ വിമർശനത്തിന് മറുപടിയായി മെലോണിയാണ് അസ്വീകാരിയായ വ്യക്തിയെന്ന് ട്രംപ് തിരിച്ചടിച്ചു. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടായാൽ അത് 2 മിനിറ്റിനുള്ളിൽ ഇറ്റലിയെ തകർക്കുമെന്നും മെലോണി അതിനെക്കുറിച്ച് ബോധവതിയല്ല എന്നും ട്രംപ് ആരോപിച്ചു. ഇത്തരത്തിൽ ലോകത്തെ 2 പ്രമുഖ നേതാക്കൾ വാക്പോരിൽ ഏർപ്പെടുന്നത് യൂറോപ്യൻ രാഷ്ട്രീയത്തിലും വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയെ ഒരു മുൻഗണനാ സഖ്യകക്ഷിയായാണ് ഇറ്റലി കാണുന്നതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം സഖ്യകക്ഷികൾക്കുണ്ടാകണമെന്ന് മെലോണി കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതോടെ ട്രംപിന് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നാറ്റോയ്ക്കുള്ളിലെ വലിയ വിള്ളലുകൾ പുറത്തു കൊണ്ടുവന്നു. നാറ്റോയെ ഒരു പേപ്പർ ടൈഗർ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയെ സഹായിക്കാൻ തയ്യാറാകാത്ത സ്പെയിനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അദ്ദേഹം ബ്രിട്ടനും മതിയായ പിന്തുണ നൽകുന്നില്ല എന്ന് ആരോപിച്ചിരുന്നു. അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയാത്തവർ എണ്ണ സ്വന്തമായി കണ്ടെത്തട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ മറുപടി. അമേരിക്കയ്ക്ക് പുറമെ ഇസ്രയേലുമായുള്ള ഇറ്റലിയുടെ ബന്ധവും വഷളാവുകയാണ്. 2016 മുതൽ നിലനിന്നിരുന്ന പ്രതിരോധ സഹകരണ കരാർ മെലോണി റദ്ദാക്കി. ലബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇറ്റാലിയൻ സൈനികർക്ക് സമീപം ഇസ്രായേൽ സൈന്യം വെടിവയ്പ് നടത്തിയതിനെ ഇറ്റലി ശക്തമായി അപലപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേലിന്റെയും ഇറ്റലിയുടെയും അംബാസഡർമാരെ ഇരു രാജ്യങ്ങളും വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി ബെയ്റൂത്ത് സന്ദർശിച്ച വേളയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളെ വിമർശിച്ചതും നയതന്ത്ര പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ഇത് നേതാക്കളുടെ വ്യക്തിഗത വാക്കേറ്റം മാത്രമല്ല, മറിച്ച് പാശ്ചാത്യ സഖ്യങ്ങളുടെ അടിത്തറ തന്നെ കുലുങ്ങുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പം. ഒരിക്കൽ ട്രംപിന്റെ ഏറ്റവും അടുത്ത യൂറോപ്യൻ കൂട്ടാളിയായിരുന്ന മെലോണി ഇന്ന് യുദ്ധത്തെക്കാൾ നയതന്ത്രത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ചോദ്യമുയരുന്നു, യുദ്ധം ലോകത്തെ വിഭജിക്കുമ്പോൾ സഖ്യതകൾക്ക് ഇനി നിലനിൽപ്പുണ്ടോ? അല്ലെങ്കിൽ ഈ പിളർപ്പ് പുതിയ ശക്തി സമവാക്യങ്ങളുടെ തുടക്കമാണോ?